LDF ആവർത്തിക്കുകയാണ് ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന്. അല്ല, ആ ആവർത്തനം നല്ലതാണ്. കാരണം ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയിട്ടും ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾക്കൊരു തെറ്റുമില്ല എന്ന് പറയുന്ന അത് ഏറ്റവും നല്ലതാണ്. അത് തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇത്രയും വലിയ പരാജയം ഉണ്ടായിട്ടും ഒരു സ്വയം വിമർശനം പോലും നടത്താൻ തയ്യാറാവാത്ത പാർട്ടിയെപ്പറ്റി ജനങ്ങൾ ചിന്തിക്കട്ടെ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ. കൂടുതൽ തിരിച്ചടികൾക്ക് അവരെ കാത്തിരിക്കുന്നുവെന്ന കാര്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇങ്ങനൊരു മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉണ്ടെങ്കിൽ CPMൻ്റെ സ്ഥിതി എന്താകും എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല. ജനങ്ങൾ അനുഭവിക്കുകയാണ് ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ഇടതുമുന്നണിക്കെതിരായി വോട്ട് ചെയ്തത് അതുകൊണ്ടാണ്. അത് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. ഞങ്ങളുടെ ആരുടെയും കുറ്റമല്ല, ജനങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് എന്നാണ് അവരുടെ ഭാഷ്യമെങ്കിൽ അവരെ ദൈവം രക്ഷിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ മുന്നണി വിപുലീകരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് എമ്മിനെ പൂർണ്ണ മനസ്സോടെ തന്നെ സ്വാഗതം ചെയ്യുന്നു ഇപ്പോഴും. അല്ല, അവരിപ്പോൾ ഇടതുമുന്നണി നിൽക്കുകയാണ്. അവർ ഞങ്ങളുടെ അടുക്കൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നാളെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റുന്ന കാര്യമല്ല. ആദ്യം അതുകൊണ്ട് ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന ഒരു കക്ഷിയെ എടുക്കും എന്ന് പറയാനുള്ള ഒരു നിലപാട് എനിക്കില്ല. അതങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ UDFൻ്റെ മുന്നണി വിപുലീകരണം ഉണ്ടാവും. എങ്ങനെ? ഇടതുപക്ഷ ഭരണത്തോട് എതിർപ്പുള്ള, നാട്ടിൽ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന, മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ UDFനോടൊക്കെ അണിനിരന്നിരിക്കുകയാണ്. അവർ അതോടൊപ്പം തന്നെ ധാരാളം പ്രസ്ഥാനങ്ങൾ, വ്യക്തികൾ എല്ലാം UDFനോടനുബന്ധമായി യോജിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനിയും കൂടുതൽ ആളുകൾ LDFൽ നിന്നും BJPയിൽ നിന്നും മറ്റ് കക്ഷികളിൽ നിന്നും UDFലേക്ക് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല, ജനങ്ങളാണ്. ആ ജനങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ട് UDFനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ ജനപിന്തുണ സമാഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഞങ്ങളുടെ ദൗത്യം. മറ്റ് കക്ഷികൾ വരുമോ പോകുക എന്നൊക്കെയുള്ളത് അവർ കക്ഷികൾ കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്.